ഹായ് കെ ബി സോസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രസാദ്. സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഒരുപാട് പേർ ചോദിക്കാറുള്ളൊരു ടോപ്പിക്കാണ് ഫൈനാൻഷ്യൽ ഫ്രീഡം എന്നത്. എന്താണ് ഫൈനാൻഷ്യൽ ഫ്രീഡം? അവിടേക്ക് എത്താൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം? എങ്ങനെയാണ് ലൈഫിനെ ഓർഗനൈസ് ചെയ്യേണ്ടത് എന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിനെ പൂർണ്ണമായിട്ടും അഫോർഡ് ചെയ്യാൻ പണം തടസ്സമല്ലാതെ വരുന്ന ഒരവസ്ഥയാണ് നമ്മൾ ഫൈനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുക. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കുള്ള ആവശ്യങ്ങൾ, നിങ്ങൾക്കുള്ള സ്വപ്നങ്ങൾ, നിങ്ങൾക്കുള്ള മോഹങ്ങൾ, ഇതിലൊന്നും പണം തടസ്സമല്ലാത്ത ഒരു കണ്ടീഷൻ വരിക. അപ്പോൾ സത്യം പറഞ്ഞാൽ ലൈഫിൽ നമുക്ക് ഇഷ്ടംപോലെ ഓപ്ഷൻസ് ആയിരിക്കും. എങ്ങോട്ട് വേണമെങ്കിലും തിരിയാം. ഓപ്ഷൻ എ ഓർ ബി എങ്ങനെ വേണം നമുക്ക് ചൂസ് ചെയ്യാവുന്ന ഒരു കണ്ടീഷനിലാണ് നമ്മളുണ്ടാവുക. ഇങ്ങനെ ഒരു ലൈഫിലേക്ക് നമ്മൾ എത്താൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അഥവാ എങ്ങനെയാണ് നമ്മൾ ഓർഗനൈസ്ഡ് ആകേണ്ടത് എന്ന് മനസ്സിലാക്കണം. ആദ്യം തന്നെ ഇവിടെ തിരുത്തേണ്ട ഒരു ധാരണ, ഫൈനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത് നമ്മൾ ജോബ് ക്വിറ്റ് ചെയ്തിരിക്കുന്ന ഒരവസ്ഥയല്ല. നിങ്ങൾ റിട്ടയർഡ് ആയാലും ശരി, നിങ്ങൾ ജോബിൽ നിന്ന് മാറി നിൽക്കുകയാണെങ്കിലും ശരി, നിങ്ങൾ ജോലി ചെയ്യാതെ വെറുതെ ഇരിക്കുന്ന അവസ്ഥയല്ല ഫൈനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത്. കാരണം പല ആളുകൾക്കും റിട്ടയർഡ് ആയ ശേഷവും അവരുടെ ലൈഫ് സ്റ്റൈൽ അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ആളുകളെ കണ്ടിട്ടുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ അവർ ആക്റ്റീവ്ലി വർക്ക് ചെയ്യുന്നില്ല, എന്നാൽ പോലും അവർ ഫൈനാൻഷ്യൽ ഫ്രീഡത്തിൽ എത്തിയിട്ടില്ല. കാരണം അവരുടെ ലൈഫ് സ്റ്റൈൽ അവർക്ക് അഫോർഡ് ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ആക്റ്റീവ് വർക്കില്ലാതെ വെറുതെ ഇരിക്കുന്നതല്ല സാമ്പത്തിക സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പാസീവ് ഇൻകത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്യണം. അതാണ് ഒന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് പാസീവ് ഇൻകം? നമ്മൾക്കുള്ള ഇൻകം രണ്ട് രീതിയിലാണുള്ളത്. ഒന്ന് ആക്റ്റീവ് ഇൻകം, ഒന്ന് പാസീവ് ഇൻകം. ആക്റ്റീവ് ഇൻകം എന്ന് പറയുന്നത് നമ്മളുടെ സ്കില്ലും നമ്മളുടെ സമയവും നമ്മുടെ എഫേർട്ടും ഉപയോഗിച്ചിട്ടാണ് അവിടെ പ്രോഡക്റ്റും സർവീസും ചെയ്യുന്നത്. അതിലൂടെയാണ് നമ്മൾ പണം സമ്പാദിക്കുന്നത്. പാസീവ് ഇൻകം ഇങ്ങനെയല്ല. നമ്മൾ ഉണ്ടാക്കി വെച്ച ഒരു അസറ്റ്, ആ അസറ്റിൽ നമ്മൾ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യാതെ തന്നെ നമുക്ക് വരുമാനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഞാനൊരു എക്സാമ്പിൾ പറയാം. നിങ്ങളൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എല്ലാ ദിവസവും പോകുന്നു, നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആ സ്ഥാപനത്തിന് വേണ്ടി നിങ്ങൾ വർക്കുകൾ ചെയ്യുന്നു, റെസ്പോൺസിബിലിറ്റീസ് പൂർത്തീകരിക്കുന്നു, അതിനവർ നിങ്ങൾക്ക് സാലറി തരുന്നു. അത് സത്യം പറഞ്ഞാൽ ആക്റ്റീവ് ഇൻകമാണ്. നിങ്ങൾ വർക്ക് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻകം ഇല്ല. എന്നാൽ നേരെ മറിച്ച് നിങ്ങളുടെ കയ്യിൽ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ആ പ്രോപ്പർട്ടി നിങ്ങൾ റെൻറ്റിന് കൊടുക്കുകയാണ്. അങ്ങനെ റെൻറ്റിന് കൊടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു ഇൻകം വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളവിടെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യേണ്ട, ആ പ്രോപ്പർട്ടി വർക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വരുമാനം ഉണ്ടാകുന്നു. ഇതിനെയാണ് നമ്മൾ പാസീവ് ഇൻകം എന്ന് പറയാം. പാസീവ് ഇൻകം ഇഷ്ടംപോലെ സോഴ്സുകളിലൂടെ നമുക്ക് ചെയ്യാൻ സാധിക്കും. അത്തരം സോഴ്സുകൾ കണ്ടെത്തി അതിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുക. രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് എക്സ്പെൻസുകൾ കുറയ്ക്കുക എന്നതാണ്. എവിടെയൊക്കെ നമുക്ക് കോസ്റ്റ് കട്ട് ചെയ്യാൻ പറ്റുമോ അവിടെയൊക്കെ നമ്മൾ കോസ്റ്റ് കട്ട് ചെയ്യുക. പ്രത്യേകിച്ച് ഫ്രീ സ്റ്റൈലായിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ജീവിക്കുന്ന ആൾക്കാർ ആദ്യം ചെയ്യാറുള്ളത് ഏറ്റവും ചിലവ് ചുരുങ്ങിയ രീതിയിലേക്ക് അവരുടെ ജീവിതത്തെ മാറ്റുക എന്നുള്ളത്. അതിനുവേണ്ടി എത്ര പിശുക്കാൻ പറ്റുമോ അത്ര നന്നായിട്ട് പിശുക്കുക. അങ്ങനെ നമ്മൾ ആദ്യകാലത്ത് കുറേയൊക്കെ പിശുക്കി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ സേവിങ്സ് ഉണ്ടാകും. ആ സേവിങ്സ് ഉപയോഗിച്ച് നമുക്ക് അസറ്റ്സ് വാങ്ങാനും നമുക്കത് വെച്ച് പാസീവ് ഇൻകം ഉണ്ടാക്കാനും സാധിക്കും. അതിനു വേണ്ടിയിട്ടാണ് പിശുക്കുന്നത്. അങ്ങനെ നമ്മുടെ ചിലവുകൾ കട്ട് ചെയ്തുകൊണ്ട് നമ്മൾ അസറ്റ് ബിൽഡിങ്ങിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അതാണ് രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ലൈഫ് സ്റ്റൈൽ എക്സ്പെൻസുകൾ കട്ട് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ, അതിനുള്ളൊരു എളുപ്പ വഴിയാണ് മിനിമലിസ്റ്റായ ലൈഫ് സ്റ്റൈലുകൾ പിന്തുടരുക എന്നുള്ളത്. അതായത് നമുക്ക് സ്വന്തമായിട്ട് വേണ്ട സാധനങ്ങൾ ഇപ്പം എത്ര കുറയ്ക്കാൻ പറ്റുമോ അത്രയും കുറയ്ക്കുക. അങ്ങനെ കുറയ്ക്കുമ്പോൾ സ്വാഭാവികമായും നമുക്ക് പുതുതായിട്ട് വാങ്ങേണ്ട ആവശ്യമുണ്ടാവില്ല. ഇനി എന്തുകൊണ്ടാണ് ഫൈനാൻഷ്യൽ ഫ്രീഡത്തിൽ ശ്രദ്ധിക്കാൻ പറയുന്നത്? ഒന്നാമത്തേത്, നമ്മുടെ ജീവിതത്തെ നമുക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഇഷ്ടങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ ഇതൊന്നും നമുക്ക് മാറ്റി വെക്കേണ്ടതായിട്ട് വരില്ല. ഭൂരിഭാഗം ആളുകളും അവരുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും വേണ്ടെന്ന് വെക്കുന്നത് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ വിചാരിച്ചിട്ടാണ്. അതുപോലെ തന്നെ സമയമില്ല എന്നുള്ള പ്രശ്നങ്ങൾ വിചാരിച്ചിട്ടാണ്. ഇനി ഞാൻ പറയാം, നിങ്ങളുടെ കയ്യിൽ വേണ്ടത്ര പണമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമയവും വിലയ്ക്ക് വാങ്ങാൻ സാധിക്കും എന്നുള്ളതാണ്. റിച്ചായിട്ടുള്ള ആൾക്കാരുടെ ഏറ്റവും വലിയ പവർ എന്ന് പറയുന്നത് അവർക്ക് പലപ്പോഴും മറ്റുള്ളവരുടെ സമയം വിലയ്ക്ക് വാങ്ങാൻ സാധിക്കും. അങ്ങനെയാണ് അവർ സ്വന്തം സമയം സ്വരുക്കൂട്ടി വയ്ക്കുന്നത്. അങ്ങനെ സ്വന്തം ലൈഫ് സ്റ്റൈലിനെ മാറ്റിയെടുക്കുന്ന ഒരു മെത്തേഡാണ് ഫൈനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയാം. ഇനി നിങ്ങൾക്ക് ആക്റ്റീവ് ഇൻകത്തിലൂടെയും പാസീവ് ഇൻകത്തിലൂടെയും ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്താൻ സാധിക്കും. പക്ഷേ ഒരു ഗോൾഡൻ റൂളാണ് അവിടെ ഓർത്ത് വെക്കേണ്ടത്. നിങ്ങളുടെ വരവിനേക്കാളും കുറവായിരിക്കണം നിങ്ങളുടെ ചിലവ്. അങ്ങനെ അല്ലാതെ നിങ്ങൾ എപ്പോഴൊക്കെ മെയിൻറ്റെയിൻഡ് ആയി പോകുന്നോ അപ്പോഴൊക്കെ നിങ്ങൾ കടക്കണിയിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എപ്പോഴും പണത്തിന് മുകളിലും അതിൻ്റെ കണക്കിന് മുകളിലും ഒരു കൃത്യമായ കണ്ണും ഒരു കൃത്യമായ ട്രാക്കിംഗ് സിസ്റ്റവും നമുക്ക് വേണം എന്നുള്ളതാണ്.
ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു റിസോഴ്സാണ് സാമ്പത്തികം എന്ന് പറയുന്നത്. ആ സാമ്പത്തിക റിസോഴ്സിൻ്റെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് നമ്മൾ ഇത്തവണ ഡിസ്കസ് ചെയ്തത്. പ്രിയപ്പെട്ടവർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.